അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വ്യാപാര രംഗം വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യങ്ങൾക്കുള്ള താരിഫ് ഏർപ്പെടുത്തുന്നതിന് 90 ദിവസത്തെ സമയപരിധി നൽകിയെങ്കിലും ചൈനയ്ക്ക് മാത്രം 125% താരിഫിന് ഇളവൊന്നും ഇതുവരെ ട്രംപ് നൽകിയിട്ടില്ല. ഇതോടുകൂടി തിരിച്ച് അതുപോലെ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് ചൈന. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും 125% താരിഫ് ഏർപ്പെടുത്തിയാണ് ചൈനയും തിരിച്ചടിച്ചത്. എന്തായാലും അമേരിക്കയും ചൈനയും തമ്മിൽ ആരംഭിച്ച ഈ വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ എല്ലാ മേഖലയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപാര യുദ്ധം മൂലമുണ്ടാകുന്ന ആഗോള മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കയും അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യകതയിൽ ഇടിവുണ്ടാകുമെന്ന പ്രചരണവും ചരക്ക് വിപണികളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം നേരെ വ്യത്യസ്തമാണ് അസംസ്കൃത എണ്ണ വിപണിയിലെ കാര്യം. സാധാരണഗതിയിൽ ഇത്തരം സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതിന് നേർ വിപരീതമായ രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യം. ആഗോള വിപണിയിലെ എണ്ണവില കഴിഞ്ഞ 4 വർഷത്തിനിടെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ആഴ്ച ആദ്യം ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $60 താഴെയാവുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യയും മറ്റ് ചില അംഗരാജ്യങ്ങളും പ്രതീക്ഷിച്ചതിലും വലിയ ഉൽപാദന വർധനവടക്കമുള്ള കാര്യങ്ങളാണ് എണ്ണയുടെ വില കുറച്ചത്. ഇതോടെ ഇന്ത്യയും ചൈനയും അടങ്ങുന്ന തങ്ങളുടെ ഏഷ്യൻ ഉപഭോക്താക്കൾക്കുള്ള വിലയും സൗദി അറേബ്യ കുറച്ചിരിക്കുകയാണ്. റെക്കോർഡ് വിലയിടിവിന് ശേഷം നേരിയ തോതിൽ തിരിച്ചുവരവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമെന്ന ആശങ്കയും കാരണം ക്രൂഡ് ഓയിലിന് പ്രതീക്ഷിച്ച ഡിമാൻഡ് ഉണ്ടാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ 2.5 വർഷമായി ബ്രെന്റ് ബാരലിന് $70നും $90നും ഇടയിലാണ് വ്യാപാരം നടത്തിയിരുന്നത്. എന്നാൽ എണ്ണ ഉൽപാദകരായ രാജ്യങ്ങളെ സംബന്ധിച്ച് വില ഇത്തരത്തിൽ കുറഞ്ഞു വരുന്നത് ആശങ്കയാണെങ്കിലും ഇന്ത്യ പോലുള്ള ഉപഭോഗ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഉപഭോക്തൃ രാജ്യമായ ഇന്ത്യ 85%-ലധികം ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യാന്തര എണ്ണ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വ്യാപാര കമ്മി, വിദേശ നാണ്യ കരുതൽ ശേഖരം, രൂപയുടെ വിനിമയ നിരക്ക്, പണപ്പെരുപ്പ നിരക്ക് എന്നിവയിലെല്ലാം ഇത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇന്ത്യയുടെ എണ്ണ മന്ത്രാലയത്തിന്റെ പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിൽ ലഭ്യമായ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2024-25 ആദ്യ 11 മാസത്തേക്ക് രാജ്യത്തിന്റെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ബിൽ ഏകദേശം $220 ബില്യൺ ആയിരുന്നുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ ഫെബ്രുവരി മാസങ്ങളിലെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ചരക്ക് ഇറക്കുമതി ബില്ലിന്റെ 1/3 എണ്ണ ഇറക്കുമതി മാത്രമായിരുന്നു. സാധാരണഗതിയിൽ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിപണിയിലെ എണ്ണവില ഉയർന്ന നിലയിൽ തന്നെ നിലനിർത്താനായി ഏതറ്റം വരെ പോകുന്ന രാജ്യമാണ് സൗദി അറേബ്യ. എന്നാൽ കഴിഞ്ഞ 2-3 മാസമായി ഉൽപാദന വെട്ടിക്കുറവ് ത്വരിതപ്പെടുത്താനുള്ള സൗദി അറേബ്യയുടെയും മറ്റ് 7 ഒപെക് അംഗങ്ങളുടെയും നീക്കം അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. എണ്ണവില കുത്തനെ താഴേക്ക് പോകുന്ന സമയത്തും പ്രധാന എണ്ണ ഉൽപാദകർ വിതരണം വർദ്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് വിപണിയിൽ നിന്നും ഉയരുന്ന പ്രധാന ചോദ്യം. നിലവിലെ സാഹചര്യത്തിൽ വിപണി വിഹിതം സംരക്ഷിച്ച് നിർത്തുക എന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണ്. വിപണി രംഗത്ത് റഷ്യയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമായി വലിയ വെല്ലുവിളിയാണ് സൗദി അറേബ്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് US എണ്ണ വാതക ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയം കൂടിയാണിത്. ഈ ഘട്ടത്തിൽ എണ്ണവില കുറയുന്നത് അമേരിക്കൻ ഷെയ്ൻ ഓയിൽ ഉൽപാദനക്കാരെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് ഈ നീക്കത്തിന്റെ മറ്റൊരു സാധ്യത. വ്യവസായ രംഗത്ത് നിന്നുള്ള കണക്കുകൾ പ്രകാരം നഷ്ടം സഹിക്കാതെ ഉൽപാദനം മികച്ച രീതിയിൽ വികസിപ്പിക്കുന്നതിന് US ക്രൂഡ് ഓയിൽ ഉൽപാദകർക്ക് ബാരലിൽ ശരാശരി $65 വില ആവശ്യമാണ്. നിരക്ക് ഇതിലും താഴേക്ക് കൊണ്ടുവരുന്നതിലൂടെ അമേരിക്കൻ കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. സൗദി അടക്കമുള്ള മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് ബാരലിന് $60 വിൽക്കുകയാണെങ്കിൽ തന്നെ ഇടപാട് ലാഭകരമായിരിക്കും. എണ്ണവില $60 അതിൽ താഴെയോ നിലനിർത്തുകയാണെങ്കിൽ അമേരിക്കൻ ഉൽപാദകർക്ക് തങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നും ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫലത്തിൽ ഇത് സൗദി അറേബ്യ പോലുള്ള പ്രബല എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്ക് ആഗോള എണ്ണ വിപണിയിലെ തങ്ങളുടെ വിഹിതം നിലനിർത്താൻ സഹായിക്കും. ഏകദേശം ഒരു 10 വർഷം മുൻപ് സമാനമായ രീതിയിൽ എണ്ണവില കുത്തനെ താഴ്ത്തിക്കൊണ്ട് സൗദി അറേബ്യ വിപണിയിലെ തങ്ങളുടെ വിഹിതം നിലനിർത്തിയിരുന്നു. അന്നും സൗദി അറേബ്യയുടെ ലക്ഷ്യം അമേരിക്ക തന്നെയായിരുന്നു. ഇന്നത്തേതിന് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള ഉൽപാദന വർധനവിന് അമേരിക്കൻ കമ്പനികൾ ലക്ഷ്യമിട്ടിരുന്നു. ചുരുക്കത്തിൽ ഒരു വശത്ത് എണ്ണവില കുറയുന്നത് തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെങ്കിലും അത് സഹിച്ചുകൊണ്ട് ഭാവി സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിപണി വിഹിതം സുരക്ഷിതമാക്കുകയാണ് സൗദി അറേബ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.